നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജന്റീനയുടെ മത്സരങ്ങളിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. റഫറിയാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത്. ഏറ്റവും നല്ല രൂപത്തിലുള്ള ക്ലീൻ ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങളാണ്. ഫെയർനെസ്സോടുകൂടി ചലഞ്ച് ചെയ്യുന്നതും മറ്റുമൊക്കെ ഞങ്ങളാണ്. ഇന്ന് വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് വളരെ ക്ലവറായ രൂപത്തിൽ ഒരു മൈൻഡ് ഗെയിമിന് തുടക്കമിടുന്നു ഐമറിക് ലാപ്പോർട്ട്. നല്ല മാധ്യമങ്ങളെ കണ്ടിരുന്നു ഐമറിക് ലാപ്പോർട്ട്. അത് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് എമി മാർട്ടിനസും മെസ്സിയും ഒക്കെ മാധ്യമങ്ങളെ കണ്ടു. അതുപോലെ ഇന്നലെ ഐമറിക് ലാപ്പോർട്ടും മാധ്യമങ്ങളെ കണ്ടു. അപ്പം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തോടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ അർജന്റീനയുടെ അഗ്രസീവ്നെസ്സിൽ ഭയക്കുന്നുണ്ടോ? അവരുടെ ഇൻറ്റൻസിറ്റി, അവരുടെ അഗ്രഷൻ, അവരവസാനം വരെയുള്ള പോരാട്ട വീര്യം കാണിക്കുന്നത് ഒക്കെ നമ്മൾ കാണുന്നതിലോ നിങ്ങൾ ഭയക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി, ഞാൻ അർജന്റീനയുടെ ഫുട്ബോളിലുള്ള അഗ്രഷനെ കുറിച്ച് ഒരു തരത്തിലും ഭയക്കുന്നില്ല. അത് റഫറിമാരാണ് അത് എത്രത്തോളം ടോളറേറ്റ് ചെയ്യണം വേണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. എനിക്കതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ അർജന്റീനയുടെ കുറച്ച് മത്സരങ്ങളിൽ നമ്മൾ കണ്ടത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും കളിക്കളത്തിൽ അൺപണിഷ്ഡായിട്ട് അനുവദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് അർജന്റീനയ്ക്കെതിരെയുള്ള കളി വരുമ്പോൾ ആ ടീമിന് ഒരുപാട് മാർക്കുകൾ ശരീരത്തൊക്കെ കൊള്ളുന്നൊരവസ്ഥയാണുള്ളത്. ചവിട്ടും കുത്തും കൊള്ളുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരവസ്ഥയാണുള്ളത്. അതൊരിക്കലും ഫുട്ബോളിൽ അനുവദിക്കാൻ പാടില്ല, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു വലിയ കോമ്പറ്റീഷൻ, വേൾഡ് കപ്പ് പോലുള്ളൊരു ടൂർണമെൻറ്റിൽ. കാരണം അത് നിങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും നിങ്ങളെ ഫ്രസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ റഫറിമാരുടെ ജോബാണ് ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതുപയോഗിച്ച് അവർ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്ലെയർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ കയോട്ടിക്കായിട്ട് മാറും. സോ ടൂർണമെൻ്റ് തുടക്കം മുതൽ ഞങ്ങൾ വളരെ ഫെയർ ആയിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഓപ്പണൻസിനെ വെറുതെ ഇങ്ങനെ ഹിറ്റ് ചെയ്യാനും റെക്ലെസ് ഫൗളുകൾ, ചലഞ്ചുകൾ ചെയ്യാനും ഒന്നും നോക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ മത്സരത്തിൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് റഫറിയാണ് നിയന്ത്രിക്കേണ്ടത്. പക്ഷെ അതൊരു സത്യമാണ്, ഒരുപാട് കാര്യങ്ങൾ റഫറിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഫൈനലിൽ ഇരിക്കുന്നത് എന്ന് തുറന്നങ്ങടിച്ചിരിക്കുകയാണ് ഐമറിക് ലാപ്പോർട്ട്. അപ്പോൾ ഇതാണ് ഇപ്പം സ്പാനിഷ് മീഡിയാസും സ്പാനിഷ് താരങ്ങളും ഈവൻ സ്പാനിഷ് കോച്ചും ബാഴ്സയുടെ പ്രസിഡന്റും ഒക്കെ പ്രചരിപ്പിക്കുന്നത് റഫറിമാർ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഐമറിക് ലാപ്പോർട്ടും ഉയർത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.